ഗ്രീറ്റിംഗ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു A3 ജനറേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചപ്പാത്തിയാണ്. നോർമൽ ചപ്പാത്തിയല്ല, സ്പെഷ്യലാണ്. അതായത് എണ്ണയിട്ട് പരത്തി ഫോൾഡ് ചെയ്ത് വീണ്ടും പരത്തി ചുടുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ പൊടി അരിച്ചെടുത്ത് വെള്ളം ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു, കുറച്ച് എണ്ണയിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം വീണ്ടും കുറച്ച് എണ്ണ തടവി ഒന്നുകൂടി മയം വരുത്തിയതിന് ശേഷം നല്ലൊരു തുണി മൂടി വെച്ചിട്ട് കുറച്ചൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. തുണി നമ്മൾ മുകളിലിടുന്നത് അത് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം കാറ്റ് കൊള്ളുമ്പോൾ അത് ഇച്ചിരി ഉണങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒത്തിരി ഹാർഡല്ലാതെ തീരെ ലൂസ് അല്ലാത്ത ഒരു മയത്തിലാണ് കുഴച്ചെടുത്തത്. അതിന് ശേഷം അത് കൊച്ചുണ്ടകളാക്കി നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി എണ്ണ തടവുക. എന്നിട്ട് അതൊന്നുകൂടി മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി എണ്ണ തടവുക. അങ്ങനെ എല്ലാം കണ്ടോ, ഒരു ലെയറിൽ എണ്ണ തടവി അതിന് ശേഷം അതൊന്ന് മടക്കി വീണ്ടും എണ്ണ തടവി അതൊന്നുകൂടി മടക്കി. ഇനി കുറച്ചുകൂടി മടക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്നുകൂടി വലുതാക്കിയിട്ട് 3 ലെയറായിട്ട് മടക്കി ഓരോ ലെയറിലും എണ്ണ തടവുക. ഇത് നമ്മൾക്ക് എല്ലാം ഒന്നിച്ച് ഇങ്ങനെ ചെയ്ത് വെക്കുക. അതിനുശേഷം 1 by 1 ചുട്ടെടുക്കുക. അപ്പോൾ ചുട്ട ചപ്പാത്തി വെക്കുമ്പോൾ അതിൽ വെള്ളം ആവിപ്പ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആ മൂടിയുടെ മുകളിൽ ഒരു തുണി ചുറ്റുന്നത്. കണ്ടോ, ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് ആ തുണി അവിടെ ടൈറ്റാക്കി വെച്ചു ആ മൂടിയിൽ. അപ്പോൾ ആ ചൂട് ചപ്പാത്തി ഇടുമ്പോൾ അതിൻ്റെ ആവിപ്പ് അത് ഈ തുണി അങ്ങ് വലിച്ചെടുത്തോളും. ആവി പോയി ചപ്പാത്തിയിൽ വീണ് ചപ്പാത്തി നനയത്തില്ല. ഇനി നമ്മൾക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും പരത്തിയെടുക്കുക. പൊടി കുറച്ച് തൂവിയിട്ട് ഒരു സൈഡിൽ ഹാഫ് സർക്കിളായിട്ട് വന്നിട്ടില്ലേ, ആ സെമി സർക്കിളിൻ്റെ സൈഡ് ടച്ച് ചെയ്യേണ്ട, അല്ലാത്ത കോർണർ നോക്കി നിങ്ങൾ പരത്തി അതൊന്ന് സ്ക്വയർ ആക്കി എടുക്കാൻ നോക്കുക. ഒരുവിധ ഷേപ്പ് ആയതിന് ശേഷം മാത്രം ആ ഷേപ്പ്ലെസ്സിൻ്റെ അവിടെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാൻ നോക്കിയാൽ മതി. 2-3 ചപ്പാത്തിയൊക്കെ ചിലപ്പോൾ ഫ്ലോപ്പ് ആവും. അതിനുശേഷം അതൊന്ന് പിക്കപ്പ് ആയാൽ പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് തോന്നും. കാരണം ഇത് ഉച്ചയൊക്കെ ആയാലും ചിലരുടെ ചപ്പാത്തി ഹാർഡായി പോവാറുണ്ട്. ഇങ്ങനെ ചുടുമ്പോൾ അത് മിക്കവാറും ഹാർഡാവില്ല. അപ്പോൾ ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രം ചപ്പാത്തി അതിന് മുകളിലേക്ക് വെക്കുക. ഓരോ ചെറിയ കൊമളകൾ വന്ന് തുടങ്ങുമ്പോൾ അതിന് മുകളിൽ ഇച്ചിരി എണ്ണ തൂകുക. എന്നിട്ടത് മറിച്ചിട്ടതിന് ശേഷം മറ്റ് സൈഡിലും കുറച്ച് എണ്ണ തൂകുക. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങ് മുരിഞ്ഞു വരുമ്പോൾ ലെയറായിട്ട് വരും. ഇത് പരോട്ടയല്ല കേട്ടോ, ചപ്പാത്തി തന്നെയാണ്. കണ്ടോ, ഓരോ ലെയറായിട്ട് വിട്ടു വരുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് മാത്രമല്ല, ഇതുപോലെ പല വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അതെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്തു നോക്കുക. ചെയ്ത് അതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ചാനലിലൂടെ എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക. നമ്മളുടെ YT ഫാമിലി വളരാൻ നിങ്ങളെല്ലാവരും കൂടെ ഒത്തുനിന്നാൽ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോഫ്റ്റായിട്ട് ലെയറായിട്ട് കിട്ടും. ഒരു ചപ്പാത്തി തന്നെയാണ് കേട്ടോ, പൊറോട്ടയല്ല. കണ്ടോ, ഓരോന്ന് ചുട്ട് ആ തുണി കൊണ്ട് മൂടിയ പാത്രത്തിലേക്ക് വെക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്ക് പാക്ക് ചെയ്യുകയാണ് ലഞ്ച് ബോക്സിലേക്ക്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ അതൊരു ആലു കരാഹി എന്ന് പറയും, ആ കറിയുടെ റെസിപ്പിയും എൻ്റെ ചാനലിലുണ്ട്. അതൊരു അഫ്ഗാനി ടൈപ്പ് ഓഫ് കറിയാണ്, പൊട്ടറ്റോ കറിയാണ്. അത് നിങ്ങൾ ആ ചാനലിൽ കണ്ടു നോക്കുക. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് പാക്ക് ചെയ്യുന്നത്. ചപ്പാത്തിയും ഒരു കറിയും ഒരു ഫ്രൂട്ടും, അതല്ലെങ്കിൽ ഒരു ചോറും ഇതുപോലെ ഒരു ഫ്രൂട്ടുമായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഫ്രൂട്ട്സ് കഴിക്കാൻ കുട്ടികൾക്ക് എന്താ പറയുക, ഫോർക്കൊന്നും കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 ടൂത്ത് പിക്കർ അതിൽ വെച്ചാൽ അവർ അതുകൊണ്ട് കുത്തി കഴിച്ചോളും. പിന്നെ ഈ ടിഫിൻ ബാഗിനകത്ത് ഞാനൊരു ടിഷ്യൂ പേപ്പർ മടക്കി വെച്ചു. അതെന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ കറികൾ ഇച്ചിരി ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ലീക്കാവുകയാണെങ്കിൽ ആ ബാഗിനകം അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പീസ് ടിഷ്യൂ പേപ്പർ അതിന് താഴെ മടക്കി വെച്ചത്. അപ്പോൾ താങ്ക്സ് ടു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ വീണ്ടും